പ്രസ്തുത പരിപാടി വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പരിപാടികളോടനുബന്ധിച്ച് ഇന്ന് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള വിളംബര ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. വാഴമുട്ടത്തിന്റെ തെരുവോരങ്ങളെ പുളകച്ചാർത്തെളിയിച്ചുകൊണ്ട് വാഴമുട്ടത്തിന്റെ സാംസ്കാരിക നിലയം വള്ളത്തോൾ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള വിളംബര ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഈ അനൗൺസ്മെന്റ് വാഹനത്തിന് പിന്നിലായി മുഴുവൻ വാഹനങ്ങളും അണിനിരത്തി ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്ന് എല്ലാ നാട്ടുകാരോടും വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ TKG നായർ നിർവഹിക്കുന്നു. പ്രസ്തുത പരിപാടി വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതും ശരിയാണ്. ഒരു ഭാഗ്യം വേണം. ദേശീയ പതാക വെച്ചിട്ട് സ്വാതന്ത്ര്യദിനത്തിന് കാറ്. പക്ഷെ ഇത് പൂങ്കാ ജംഗ്ഷൻ കൂടെ പോകുന്നില്ല. അതെ, നമ്മുടെ ഏരിയ അല്ലേ? വഴമുണ്ട ഏരിയ ഈ വളവ് വരെയല്ലേ ഉള്ളൂ. ഏരിയ വിട്ടുള്ള കളിയില്ല. ഇവിടെ ആകുമ്പോ നമ്മള് തന്നെ രാജാ. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അനാച്ഛാദനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ശ്രീ AP ജയൻ നിർവഹിക്കുന്നു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ ഛായാചിത്രം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ TKG നായർ നിർവഹിക്കുന്നു. പ്രസ്തുത പരിപാടി വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏഴ് പതിറ്റാണ്ടിലധികമായി പ്രവർത്തന വിളംബര ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കാം. സാരഥി അനു ഒരാളം കുന്തി. ഈ നാട്ടിലെ എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വള്ളത്തോൾ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ റോബർട്ട് പീറ്റർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കുന്നു. ഉദ്ഘാടന പരിപാടികളോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന് നിൽക്കണം. ചെരുപ്പല്ലാരും ചെരുപ്പ് ചെരുപ്പല്ലാരും
പാട്ടുകാരുടെ പാട്ടുണ്ടോ? പാട്ടുണ്ടോ? ഉണ്ട്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നത് ശിവകീർത്തന. അടുത്തതായിട്ട് സ്വാഗതാശംസിക്കുന്നതിനായി വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് എ കുമാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ഡി ശിവകുമാർ, ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ റോബിൻ പീറ്റർ, ഇവിടെ ഇന്ന് ഈ സ്മൃതിചിത്രം ഉദ്ഘാടനം ചെയ്യാൻ നേരിടുന്നത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ പി ജയനാണ്. അദ്ദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വള്ളത്തോളിന്റെ ഛായാചിത്രം അനാശാലം ചെയ്തത് പ്രൊഫസർ ടി കെ നായർ സാറാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഇഷ്ടാദികളായി ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഡോക്ടർ ജിതേഷ് ജി, അഡ്വക്കേറ്റ് സുരേഷ് വർമ്മ, അനിൽ വള്ളിക്കോട്, വിനോദ് നഗറും, ജി വിശാഖൻ, മുഖ്യാതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ശ്രീ പി ജി ആനന്ദൻ, താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്ന ശ്രീ മലയാളപ്പുഴ ശശി, താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് പേരൂർ സുനിൽ, ആശംസകൾ അർപ്പിക്കുന്ന വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ മോഹനൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി പ്രസന്ന രാജൻ, വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീമതി ഗീതാകുമാരി, വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഈ വായനശാല സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ മെമ്പർ ശ്രീമതി ലക്ഷ്മി ജി, 8ാം വാർഡ് മെമ്പർ ശ്രീമതി ലിസി ജോൺ, വനിതാവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി ബീന സോമൻ, വനിതാവേദിയുടെ സെക്രട്ടറി ശ്രീമതി രേഖ മോഹൻ, നമ്മുടെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ മനോജ് കുമാർ ഡി, ബഹുമാന്യരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ബഹുമാന്യരെ, വളരെയേറെ സന്തോഷത്തോടെയാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. 72 വർഷം പഴക്കമുള്ള നമ്മുടെ പഴയ വായനശാല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1952 നമ്മുടെ വായനശാല രജിസ്റ്റർ ചെയ്യപ്പെട്ടു. തിരുവാങ്കൂർ കൊച്ചി ഗ്രന്ഥശാല സംഘത്തിന്റെ
സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 95 നമ്മുടെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നപ്പോൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലേക്ക് മാറി. അങ്ങനെ 75 വർഷം ആയി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ട്. ഇപ്പൊ ഒരുപക്ഷെ നമ്മളിപ്പോ ഈ നിർമ്മിച്ച ഈ കെട്ടിടത്തേക്കാൾ വലിയ ത്യാഗം സഹിച്ച് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പൊ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നിർമ്മിക്കാനുള്ള ഫണ്ട് കിട്ടി. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ പ്രയത്നം കൊണ്ട് വന്നുള്ളൂ. അന്നത്തെ ആ പഴയ തലമുറ അവരുടെ അധ്വാനം കൊണ്ട് കല്ലും മണ്ണും ഒക്കെ ചുമ്മി തടിയൊക്കെ വെട്ടി നാട്ടിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്ന കാലത്ത് നമ്മുടെ ഒരു മനോഹരമായ അന്നത്തെ കാലത്തെ വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ് അവർ നിർമ്മിച്ചത്. എന്നാൽ 72 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് അത് ചോർന്ന് ഒഴിച്ചു. അതിന്റെ ഈ മച്ചെല്ലാം ഇളകിപ്പോയി, മരപ്പട്ടി ഒക്കെ. അങ്ങനെ പല വാതിലുകൾ നമ്മൾ മുട്ടി പുതുക്കി പണിയാനായിട്ടുള്ള ആ ഒരു പരിശ്രമമായി ബന്ധപ്പെട്ടത് 2002 ബഹുമാന്യ രാജ്യസഭാ MP ശ്രീ NK പ്രേമേന്ദ്രൻ 1 ലക്ഷം രൂപ നമുക്ക് ഈ വായനശാലയ്ക്ക്. എന്നാൽ നമുക്കത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ ഈ വായനശാലയുടെ വസ്തു സംബന്ധമായ റെക്കോർഡുകളൊന്നും നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഈ വാർഡിന്റെ മെമ്പറായിരുന്നു. അതിനുശേഷം തങ്കച്ചി സാറ് മെമ്പറായി. തങ്കച്ചി സാറൊക്കെ വളരെയേറെ പരിശ്രമം കളക്ടറേറ്റിലൊക്കെ പോയി ഞാൻ ഇപ്പോഴും ഓർത്തു പോവുക. അങ്ങനെയുള്ള ഒരു ദീർഘമായ പരിശ്രമത്തിന്റെ അവസാനത്തിലാണ് 2023 നമുക്ക് ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 20 ലക്ഷം രൂപ അദ്ദേഹത്തിന് 11ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഈ സത്യത്തിൽ ഇങ്ങനെ നമുക്കൊരു ഫണ്ടുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ മനോജ് തയ്യാറാക്കിയ പ്ലാന് 3.5 സെന്റ് വസ്തുവാണ്. പിന്നെ ശേഷി ഇത്തരം കാര്യങ്ങൾ വിനിയോഗിച്ചു. എന്നാൽ ഇതില് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായ 2 ആളുകളുണ്ട്. അതിലൊന്ന് നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റാണ്. 15% വിലവിലാണ് ഈ കെട്ടിടം പണി കോൺട്രാക്ട് എടുക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപയോളം അദ്ദേഹം കയ്യിൽ നിന്ന് കൊടുത്തു. പിന്നെ ഒന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കുകളുടെ കോൺട്രാക്ട് എടുത്ത ശ്രീ രഘുനാഥൻ നായരാണ്. ആദ്യം ഇലക്ട്രിക്കൽ വർക്കുകളുടെ ടെൻഡർ വന്നു. അദ്ദേഹം ടെൻഡർ ഇട്ടു. സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ കൊണ്ട് ആ ടെൻഡർ അംഗീകരിച്ചില്ല. അതിനുശേഷം രണ്ടാമത് 9% വിലവിലാണ് അദ്ദേഹത്തിന് കുറെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ വളരെ നിസ്തൂലമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ ഈ പണിയേക്കാൾ ഉപരിയായി നമുക്ക് ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ വളരെ ചാരിതാർത്ഥ്യമായ ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ഇവിടെ എത്തിക്കൂടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. ഇനിയും നമുക്ക് ഈ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ ഏറെ ആളുകളുള്ളത് കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ D ശിവകുമാറാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. ശ്രീ D ശിവകുമാറിനെ യഥാർത്ഥത്തിൽ സ്വാഗതം പറയേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് എല്ലാവരും സ്വാഗതം പറയുന്നത്. എന്തായാലും ഔപചാരികരുടെ പേരിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഈ കെട്ടിടം പണി നമുക്ക് നടത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ശ്രീ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ റോബിൻ പീറ്ററുടെ ഇടപെടലുകൊണ്ടാണ്. അദ്ദേഹം തന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ 500 സ്ക്വയർ ഫീറ്റ് പണിഞ്ഞാലും അത് പൂർത്തീകരിക്കണം. അതിനകത്തൊരു ബാത്റൂം വേണം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ജനപ്രതിനിധികളൊക്കെ ഒരു പാഠപുസ്തകമാക്കേണ്ട മനസ്സിലായി. കാരണം അത്തരത്തിൽ സൂക്ഷ്മമായി ആ കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കി അത് ചെയ്യണം. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന ഈ പ്ലാൻ ഡിസൈനും അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ രൂപ കൂടുതലാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പ്രാവശ്യം ഇതിന്റെ തീരുന്ന വർക്ക് അതിനുശേഷം അടുത്ത പ്രാവശ്യം ആരെങ്കിലും നമുക്ക് സമീപിച്ച് ബാക്കി നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ അന്ന് ഈ പ്ലാൻ തയ്യാറാക്കിയ ശ്രീ മനോജ് കുമാർ പറഞ്ഞു അത് ഇത് നമുക്ക് തീർക്കാൻ കഴിയും. അങ്ങനെ ഒരു ഉറപ്പിന് പുറത്താണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഈ സമയത്തുള്ളത് 1995 അദ്ദേഹം ജനപ്രതിനിധിയാവുന്നത്. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അംഗമായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. പക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ല. 30 വർഷം പൂർത്തീകരിക്കുക, 3 പതിറ്റാണ്ട് ഒരാൾ ജനപ്രതിനിധിയായിട്ട് പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ആ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും നമ്മുടെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ വളരെ പരിചയസമ്പന്നനായ അത്തരം ഒരു ആള് ഈ ജനപ്രതിനിധിയായി വന്നതും നമുക്ക് ഈ ഇതിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്മൃതിചിത്രം ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്ന് അറിയിച്ചിട്ടുള്ള ശ്രീ AP ജയൻ അദ്ദേഹത്തെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെയുള്ളത് പ്രൊഫസർ TKG നായക് സാറാണ്. അദ്ദേഹമാണ് നമ്മുടെ വള്ളത്തോൾ ചിത്രം. നമ്മുടെ മുൻഗാമികൾ വളരെ ആലോചിച്ചാണ് ഈ സ്ഥാപനത്തിന് വള്ളത്തോൾ വായനശാല എന്ന് പേരിട്ടത്. അപ്പൊ വള്ളത്തോൾ നാരായണന്റെ ഒരു പടം, ഒരു ചിത്രം ഇവിടെ നമുക്ക് വെക്കണമെന്നും അത് അനാച്ഛാദനം ചെയ്യണമെന്നും കമ്മിറ്റി തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഫസർ TK സാറിനോട് സാറ് വന്ന് ഉദ്ഘാടനം ചെയ്യണം
വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ ദീർഘകാലമായി ലൈബ്രറി രംഗത്ത് വളരെ പരിണതനായി അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന പ്രൊഫസർ ടി കെ നായർ സാറിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുള്ള മുഖ്യ വിശിഷ്ടാതികളായിട്ടുള്ള ഡോക്ടർ വിദേശി അഡ്വക്കേറ്റ് സുരേഷ് സോമ, അദ്ദേഹത്തിന്റെ കാലിനൊരു ഫ്രാക്ചർ പറ്റി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, വരത്തില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ ശ്രീ അനിൽ വള്ളിക്കോട്, ശ്രീ വിനോദ് ഇളവള്ളൂർ വരുമെന്നാണ് കുറച്ച് മുന്നേ വിളിച്ച് പറഞ്ഞത്. പിന്നെ നമ്മുടെ പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയും അദ്ദേഹം വലിയൊരു കലാകാരൻ കൂടിയാണ്, വലിയ പാട്ടുകാരനാണ്. ഇന്നും പാട്ട് പാടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ മുഖ്യ അതിഥികളായിട്ടുള്ളത് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ബഹുമാന്യ ശ്രീ പി ജി ആനന്ദൻ അവர்களാണ്. അദ്ദേഹം ദീർഘകാലമായി, എനിക്ക് ഒരു 30 വർഷമായി ലൈബ്രറി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സാന്നിധ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വകയാർ ലൈബ്രറി, അത് ദീർഘകാലമായിട്ട് വകയാർ ലൈബ്രറി, അതിന് അന്നത്തെ കാലത്ത് ഇതുപോലത്തെ ബിൽഡിംഗ് പണിഞ്ഞ് അത് കൊണ്ട് വളരെ സജീവമായി വായനശാല പ്രവർത്തനം നടത്തുന്ന താഴെത്തട്ടിലുള്ള ഒരു ഗ്രന്ഥശാല പ്രവർത്തകരാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പല ഔദ്യോഗിക പേപ്പറുകളും വേണമെന്ന് പറയുമ്പോൾ ഫോണിൽ പോലും പറഞ്ഞാൽ വളരെ കൃത്യമായി അത് എത്തിക്കാം. അത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ആ കാര്യങ്ങളെല്ലാം ജില്ലാ ലൈബ്രറി കൗൺസിൽ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ധൈര്യം തന്ന ഒരാളാണ് അതിന്റെ സെക്രട്ടറി ശ്രീ പി ജി ആനന്ദൻ സാർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഇവിടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. പിന്നെയുള്ളത് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ മലയാള പ്രദേശ് സാറാണ്. അദ്ദേഹം അല്പം താമസിച്ചാലും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെയുള്ളത് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി അഡ്വക്കേറ്റ് പേരൂർ സുനിൽ അവറാണ്. അദ്ദേഹം വളരെ ഏറെ ഔദ്യോഗിക തിരക്കുണ്ടായിട്ടും ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിറസാന്നിധ്യമായി എവിടെ ലൈബ്രറിക്കാർക്കൊരു ആവശ്യമുണ്ടെങ്കിലും അതിനെല്ലാം ഒത്താശ ചെയ്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ആർ മോഹൻ നായരാണ്. ശ്രീ ആർ മോഹൻ നായരും ദീർഘകാലത്തെ ഈ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ, പ്രസിഡന്റ് എന്ന നിലയിലുള്ള പരിചയം, അതുകൊണ്ട് നമുക്ക് വന്ന നേട്ടങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഈ കെട്ടിട നിർമ്മാണവുമായി എന്ത് കാര്യം പഞ്ചായത്തിൽ പറഞ്ഞാലും പഞ്ചായത്തില് ചില ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിലൊക്കെ അപ്പോൾ വളരെ സജീവമായി ഇടപെട്ട് നമ്മുടെ ഗ്രന്ഥശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി അദ്ദേഹം ഇടപെടുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹവും ഒരു ലൈബ്രറി പ്രവർത്തനമാണ്. പള്ളിക്കോട് വായനശാലയിൽ ദീർഘകാലം അദ്ദേഹം ഭാരവാഹിയായിരുന്നു. അതിന്റെയൊക്കെ ഒരു ഇതിലായിരിക്കും ഗ്രന്ഥശാല പ്രവർത്തകരോട് എന്നും നമ്മുടെ ഈ വള്ളത്തോൾ വായനശാലയോട് എന്നും വളരെ അനുഭാവപൂർവ്വം വാത്സല്യപൂർവ്വമായ പെരുമാറ്റം നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹായം ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി പ്രസന്ന രാജനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗീതാകുമാരി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഈ നമ്മുടെ ഈ വായനശാല സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ ബഹുമാന്യായ മെമ്പർ ശ്രീമതി ലക്ഷ്മി ജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. 8ാം വാർഡ് മെമ്പർ ശ്രീമതി ലിസി ജോൺസൺ, അദ്ദേഹം അനാരോഗ്യമായി ഇന്ന് എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രവർത്തകരൊക്കെ അവിടെ ചെന്നപ്പോൾ വളരെ സങ്കടത്തോടെ ഞാൻ ഇങ്ങനെ വരാതിരിക്കുകയായിരുന്നു, ഒത്തിരി കാലമായി വരാതിരിക്കുക എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചു. എന്നാലും ആരോഗ്യം സുഖപ്പെട്ട് തുടർന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെയുള്ള നമ്മുടെ വനിതാവേദിയുടെ പ്രസിഡന്റ്, ഈ നമ്മുടെ വായനശാലയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി ബീന സോമൻ. വായനശാല പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യത്തിലും സജീവമായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കിപ്പം 35 അംഗങ്ങളുള്ള വനിതാവേദിയുടെ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാവേദിയുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ വനിതാവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി ബീന സോമനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വനിതാവേദിയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ വനിതാവേദിയുടെ സെക്രട്ടറി നമ്മുടെ വായനശാല കമ്മിറ്റി അംഗമാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് പലപ്പോഴും കമ്മിറ്റിയിൽ ഈ നിലവിലത്തെ ഇപ്പോഴത്തെ കമ്മിറ്റിയിലെ പ്രശ്നം ആദ്യം ചെയ്യണം എന്നുള്ള വാശിയോടുള്ള പ്രവർത്തനമാണ്. ഈ കമ്മിറ്റിയിലെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാവർക്കും സജീവമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ വായനശാലയുടെ കാര്യത്തിൽ രാഷ്ട്രീയം വിട്ട് അവരവരുടെ രാഷ്ട്രീയം കൊണ്ട് വായനശാലയ്ക്ക് എന്ത് ഗുണം ചെയ്യാൻ കഴിയും എന്ന നിലയിലേക്ക് പ്രവർത്തിക്കുന്ന വായനശാല കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അംഗമാണ് ശ്രീമതി രേഖാമോഹനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ മനോജ് കുമാർ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, കേവലം 3.5 സെന്റ് മാത്രം വിസ്തീർണമുള്ള നമ്മുടെ ഈ വസ്തു, അതിനെ ബിൽഡിംഗ് റോഡും റോഡിൽ PWയുടെ റോഡും എല്ലാം കണക്കിലെടുത്ത് വളരെ സമാനമായി ഇതിന്റെ
ഈ ഡിസൈനും ഇതിന്റെ സംഗതിയെല്ലാം റെഡിയാക്കിയത് ശ്രീ മനോജ് കുമാറാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഞാൻ സൂചിപ്പിച്ചു, വായനശാലയുടെയും വനിതാവേദിയുടെയും ബാലവേദിയുടെയും ഒക്കെ കമ്മിറ്റി അംഗങ്ങൾ വളരെ സജീവമായി എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഒറ്റക്കെട്ടായി ഉള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു പക്ഷേ ഈ നമുക്ക് ഈ നമ്മുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇനി സ്വാഗതം ചെയ്യാനുള്ളത്, നമ്മൾ ഈ വായനശാലയുടെ നിർമ്മാണമെല്ലാം പൂർത്തിയാക്കിയപ്പോൾ ഞങ്ങൾ കമ്മിറ്റി ആലോചിച്ച് നമുക്ക് കെട്ടിടമുണ്ട്, 15,000 പുസ്തകമുണ്ട്. നമുക്ക് ഈ അതിനകത്തിലേക്ക് വരുന്ന ഫർണിച്ചർ വേണം, മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ മാനദണ്ഡം കണ്ടെത്തും? അപ്പോൾ കമ്മിറ്റി കൂടി ആലോചിച്ച് നമ്മൾ ഒരു തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലെ മൺമറന്നു പോയ ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, അവരുടെയൊക്കെ ഒരു സ്മൃതി ചിത്രം വായനശാലയിൽ സ്ഥാപിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു മാനദണ്ഡം ഉണ്ടാക്കിയത് 10,000 രൂപ വെച്ച് തരുന്ന ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ അവിടെ സ്ഥാപിക്കും. കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് വളരെ വിശദമായി ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് തന്നെ ആശങ്കയായിരുന്നു. പക്ഷേ ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയി. 35 ആളുകൾ അതിന് തയ്യാറായി. 30 പേര് 10,000 രൂപ വെച്ച് ഓരോരുത്തരുടെ ഫോട്ടോയും, 3 ആളുകൾ 32 പേര് 10,000 രൂപ വെച്ച് ഓരോരുത്തരുടെ ഫോട്ടോയും, 3 ആളുകൾ 2 പേരുടെ അവർ 2 ആളുകളുടെ അതിന് 15,000 രൂപയാണ്. അങ്ങനെ അവർ ഈ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനത്തിൽ, ഈ വായനശാലയുടെ ഈ പ്രവർത്തനത്തിൽ ഇപ്പോൾ നമുക്ക് ഇത് നടത്തിയെടുക്കാനുള്ള വലിയ ഊർജ്ജമാണ്. അവർ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ഈ ഓളിൽ ഇപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ഫോട്ടോ തെളിയും. അപ്പോൾ അവരെ ഓരോരുത്തരെയും അങ്ങനെ തന്ന അവരുടെ നമ്മുടെ മുൻഗാമികളുടെ, നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ ഫോട്ടോ ഈ വായനശാലയിൽ സൂക്ഷിക്കണം എന്ന് തന്ന് അവരോടൊപ്പം നമ്മുടെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചിരിക്കുക. ഇനി അത് പരിപാലിക്കണം. അതിന് വളരെ അത്രയും ഉത്തരവാദിത്വം ഈ വായനശാലയോട് കാണിച്ചപ്പോൾ തിരിച്ചങ്ങോട്ട് അതിന്റെ 100 ഇരട്ടി ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഈ തരത്തിൽ ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. അവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇതിലുപരിയായി ഇപ്പം എല്ലാവർക്കും അറിയാം, വളരെ കുറഞ്ഞ കാലത്താണ് നമ്മൾ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ ഓണത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഈ കമ്മിറ്റി ആലോചിച്ചിരുന്നത്. അപ്പോഴാണ് വളരെ രഹസ്യമായി സ്കൂളിന്റെ പ്രവർത്തനം വായനശാലയിൽ വെച്ച് സ്കൂള് നമുക്ക് നടത്തേണ്ടതായ ഒരു സാഹചര്യമാണ്. അങ്ങനെ നടത്തി ഒരു ദിവസം ഞാനും പ്രസിഡന്റും ഒരു കമ്മിറ്റി കഴിഞ്ഞ് ആ സെക്രട്ടറിന് മുമ്പിൽ നിന്നപ്പോൾ ഇവിടുത്തെ ഒരാള് അദ്ദേഹം ഒരുപക്ഷെ വന്ന് പറഞ്ഞത്, നിങ്ങളെയൊന്നും ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ഞാൻ എന്തോ കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടി കാര്യത്തെ തെറ്റി തിരക്കിപ്പോയപ്പോഴാണ് അദ്ദേഹം ധരിച്ചിരുന്നത് വായനശാലയ്ക്ക് വേണ്ടി കെട്ടിടം പഠിച്ച അംഗമായി കൊടുത്തത്. അപ്പം അത് അദ്ദേഹത്തിന് മനസ്സിലായി. വായനശാലകളൊക്കെ വലിയ ആത്മാർത്ഥം ഉണ്ടാകും പറഞ്ഞേ, നീയൊക്കെ കൂടി വായനശാലയ്ക്ക് അനുഭവം കെട്ടിടം പഠിച്ചിട്ട് അംഗമായി കൊടുത്തു. അപ്പോഴാണ് ഞങ്ങൾ അത് ആലോചിച്ചത്, നമുക്ക് ഇനിയിപ്പോൾ താമസിപ്പിക്കേണ്ട, ഏറ്റവും പെട്ടെന്ന് ചെയ്യണം. അപ്പം അതിനകത്ത് ആ പെട്ടെന്ന് ഇപ്പം ഇങ്ങോട്ട് മാറ്റാനുള്ള കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ശക്തമായ ഇടപെടലിൽ പല കാര്യങ്ങളും നമുക്ക് വെള്ളമില്ലായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി ഒരു പരിഹാരം കണ്ടെത്തി. അതുപോലെ തന്നെ ഈ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പണികൾ, സ്കൂളിലെ പെട്ടെന്ന് പണികൾ തീർത്ത് നമുക്ക് അതിന് സാഹചര്യം ഒരുക്കാനൊക്കെ പിറകെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഭയങ്കര മഴയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് 2 ആഴ്ച കൊണ്ട് നമ്മൾ ഇത്രയും ഈ പരിപാടിക്ക് വേണ്ടി ആളുകളെ സമീപിച്ച എല്ലാവരും, ഞങ്ങളിൽ മാത്രമേ ഒരു പോരാടില്ല, ചില ആളുകളെ സമീപിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് എല്ലാവരെയും സമീപിക്കാൻ പറ്റാത്തത്. അവരെ അങ്ങനെ സഹായിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സാധനം ചെയ്തുകൊണ്ട് എല്ലാവരോടുള്ള കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് മനസ്സിലാക്കി. അടുത്തായിട്ട് ഉപക്രമമാണ്. ഉപക്രമത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ തന്നെ സെക്രട്ടറി വിശദമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, ഈ വായനശാലയുടെ അധ്യക്ഷനായിരിക്കെ തന്നെ ഈ ബിൽഡിംഗ് പണിയാനുള്ള അവസരം ജഗദീശ്വരൻ എനിക്ക് തന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് എൻ്റെ കഴിവിൻ്റെ മാക്സിമത്തിൽ വെച്ച് എനിക്ക് ഭംഗിയായി അത് നിർവഹിക്കാനും കഴിയും എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എന്നിലുണ്ട്. അതിവിടുത്തെ നാട്ടുകാർക്കും അറിയാം. നാട്ടുകാരായ എൻ്റെ സഹോദരങ്ങളും സഹപ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ ഇപ്പം ഞാൻ ഒരു വിശദമായ ഒരു പ്രസംഗം നടത്തി കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ റോബിൻ പീറ്റർ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വിശദമായി പറഞ്ഞേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി മുഴുവൻ കാര്യങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിലെ ഒരു ബില്ല് കുറച്ച് താമസം വന്ന സമയത്ത് സാർ നേരിട്ട് ഇടപെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞ് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ പുകഴ്ത്തൊന്നുമല്ല, എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് ഈ ബിൽഡിങ്ങിന്റെ പൂർത്തീകരണത്തിന് ഇത്രമാത്രം നമുക്ക് ഒരു
എന്താ പറയുന്നത്, എത്രമാത്രം നമ്മളോട് ഒരു അടുപ്പം ഉണ്ടെന്നുള്ള വിവരം ഈ ഒരു കാര്യത്തിലൂടെയാണ് നമുക്ക് മനസ്സിലായത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു സൽക്രമം വരും തലമുറയ്ക്ക് എന്നും ഒരു പ്രചോദനമാവട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിനായി ശ്രീ റോബിൻ പീറ്റർ സാറിനെ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഏറ്റവും ബഹുമാനനായ അധ്യക്ഷൻ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ഡി ശിവകുമാർ അവർ, ഈ ഗ്രന്ഥശാലയുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സമർപ്പിതമായിട്ടുള്ള നേതൃത്വം നൽകുന്ന ഗ്രന്ഥശാലയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയകുമാർ അവർ, ഇത്രയും ആദരണീയനായ ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തുടനീളവും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വിവിധ തരത്തിലുള്ള നേതൃത്വം നൽകി നമ്മളോടൊപ്പമുള്ള ആദരണീയനായ TKG നായർ സാർ, വേദിയിലുള്ള പ്രിയ സ്നേഹിതനും പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയുമായ G വിശാഖൻ അവർ, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനനായ പ്രസിഡന്റ് ശ്രീ R മോഹൻ നായർ അവർ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രദേശത്ത് വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാനായ ആനന്ദൻ ചേട്ടൻ, പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ അഡ്വക്കേറ്റ് പേരൂർ സുനിൽ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട പ്രസന്ന രാജൻ അവർ, നമ്മുടെ ഈ വാർഡിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട ലക്ഷ്മി ജി, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നമ്മുടെ ഈ ഗ്രന്ഥശാലയുടെ വനിതാവേദിയുടെ പ്രസിഡന്റുമായ ശ്രീമതി ബീന സോമൻ, വനിതാവേദിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീമതി ലേഖാമോഹൻ, ഇത്തരമൊരു ആശയം മുന്നോട്ട് വന്ന സമയം മുതൽ ഇന്ന് വരെയും ഈ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ സുദീർഘമായിട്ടുള്ള നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ D മനോജ് കുമാർ, ഈ അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഗ്രന്ഥശാല കമ്മിറ്റി ഭാരവാഹികൾ, വനിതാവേദിയുടെയും ബാലസഭയുടെയും മറ്റ് വിവിധ ഭാരവാഹിത്വം വഹിക്കുന്ന ബഹുമാന്യർ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, വളരെയേറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ
നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട ജയകുമാർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 1995 ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദീർഘമായ 30 വർഷക്കാലത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നൽകിയപ്പോഴും നാടിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങളായിട്ടുള്ള റോഡുകളുടെ ആണെങ്കിലും കുടിവെള്ളമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ അംഗനവാടികളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും വൈദ്യുതിയുടെ ഇല്ലായ്മകൾ പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ മറ്റുള്ള ജനപ്രതിനിധികളോടൊപ്പം നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. പക്ഷേ ഈ 30 വർഷ കാലഘട്ടത്തിൽ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുസ്തകങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും കമ്പ്യൂട്ടർ നൽകുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഭാഗികമായി ഗ്രന്ഥശാലയുടെ ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ എനിക്ക് മുൻകാലങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രന്ഥശാലയുടെ പൂർണ്ണ തോതിലുള്ള ഒരു പൂർത്തീകരണത്തിന് ഈ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കാലഘട്ടത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞത് അത് ഒരു ഗ്രന്ഥശാലയുടെ, ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായ 75 വർഷങ്ങളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥശാലയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിപരമായി അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായും അത് വലിയ അഭിമാനമായി മനസ്സിൽ വീണ്ടും ഓർത്തു വെക്കുകയാണ്. ഗ്രന്ഥശാലയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ ഒന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട TKG സാറും ആനന്ദ് ചേട്ടനും അടക്കമുള്ള ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഇവിടെ സംസാരിക്കും. ഏതൊരു ജനപ്രതിനിധിക്കും ആ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനവുമായി കൂടുതൽ സജീവമായ നേതൃത്വവും സജീവമായിട്ടുള്ള ഇടപെടലുകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കാനിടയാകുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങൾ കാണിക്കുന്ന താല്പര്യവും അവരുടെ സാന്നിധ്യവുമാണ്. ഒരു ഘട്ടത്തിൽ ഞാനിവിടെ ഓണാഘോഷമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ വൈകി 9 മണിക്ക് ശേഷം ഈ പഴയ കെട്ടിടത്തിന്റെ മുൻപിൽ ആ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി അവസാനിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10:30-11 മണിയോളം കഴിഞ്ഞു. അപ്പോഴും ഇവിടെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്ന് ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ സാധാരണ ഇപ്പോൾ പലപ്പോഴും എന്നോട് ആനന്ദ് ചേട്ടൻ പറയുകയായിരുന്നു, ഗ്രാമമേഖലയിലുള്ള ഗ്രന്ഥശാലകളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള കുറവ്, അതിനോടനുബന്ധമായിട്ടുണ്ടാകുന്ന പ്രത്യേക സാഹചര്യങ്ങൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. പക്ഷെ രാത്രിയിൽ ഓണമായിട്ടാണ് എന്ന് ഞാൻ കരുതി ഇത്രയും ആളുകൾ അവിടെ ഒരുമിച്ച് ചേർന്നത്. ഏറ്റവും പ്രായമായിട്ടുള്ള ചേച്ചി വരെ അവിടെ പാട്ടുപാടിയിൽ നിന്നും ഞാൻ ഓർക്കുന്നു. പക്ഷെ പിന്നീടും ഞാൻ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പ്രിയപ്പെട്ട ജയകുമാറും ഷിബുവും മനോജും പ്രിയപ്പെട്ട അഭിന സോമൻ മെമ്പറും എല്ലാം കൂടി ഇവിടെ ഇരിക്കുന്ന ഒട്ടേറെ പേരെടുത്ത് പറയേണ്ടവരുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴെല്ലാം ഇത്ര പഴക്കമുള്ള ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ജയകുമാരോട് പറഞ്ഞു, അതിൽ രാഷ്ട്രീയമോ കക്ഷിയോ അല്ലെങ്കിൽ മറ്റ് ജാതിമത ചിന്തകളോ ഒന്നുമില്ലാതെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ വലിയ വലിയ ലക്ഷ്യബോധത്തോടുകൂടി ഈ നാട്ടിൽ തുടക്കം കുറിച്ച ഈ ഗ്രന്ഥശാല, ഈ വായനശാല അതിന്റെ എല്ലാ പ്രതാപത്തോടെയും അതിന്റെ എല്ലാ ചരിത്ര പാരമ്പര്യത്തോടെയും അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധിയുടെ ഇടപെടൽ ഉണ്ടാകണം എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞ സമയത്ത് പദ്ധതി തയ്യാറാക്കുന്ന ഒരു സമയമല്ല. പക്ഷെ അതെന്റെ മനസ്സിൽ അവരുടെ ആ ഒരു താല്പര്യം, ഇവിടെ ഇരിക്കുന്നവരും ഇന്ന് ഇവിടെ ഇതിനു ശേഷം പങ്കെടുക്കുന്നവരുമായിട്ടുള്ള ഈ പ്രദേശത്തിന്റെ
എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ ഒരു സജീവമായിട്ടുള്ള സാന്നിധ്യം എനിക്കിവിടെ ഈ പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിഞ്ഞു. അതാണ് ഒരു ഗ്രന്ഥശാലയിലൂടെ ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര സൗഹാർദ്ദത്തിന്റെയും വായന എന്ന അല്ലെങ്കിൽ വായനയിലൂടെ അറിവ് നേടുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കൂടുതൽ വർദ്ധിക്കുന്നു. സങ്കുചിതമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യന്റെ വായന കൂടുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള കണ്ണ് തുറക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ആ കണ്ണ് തുറന്ന് ഈ നാടിനെ എല്ലാവരെയും ഒരുപോലെ കാണാൻ, മനുഷ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു വലിയ അന്തരീക്ഷം ഇവിടെ സംജാതമാക്കാൻ ഈ ഗ്രന്ഥശാല ഒരു കേന്ദ്രമായി തീർച്ചയായും തുടർന്ന് പ്രവർത്തിക്കണം എന്നുള്ള മനസ്സിലെടുത്ത തീരുമാനം കൂടിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ച് നൽകാൻ എന്നെ പ്രേരിപ്പിച്ചത്. പിന്നീടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ജയകുമാറും ഷിബുവും എല്ലാം സൂചിപ്പിച്ചു. ഞാൻ എന്നെ വന്ന് കണ്ടപ്പോൾ പ്രധാനമായും ഇവിടെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഈ ദീർഘമായിട്ടുള്ള ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെയുണ്ട്, മുൻ ജനപ്രതിനിധികളും ഒക്കെയുണ്ട്. പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും സർക്കാർ മേഖലയിലുള്ള പല കെട്ടിടങ്ങളും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി ഉണ്ടാവില്ല, അവിടെ മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. വീണ്ടും ദീർഘമായി അത് നീണ്ടുപോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും നേരിട്ട് കാണുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള അവസരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ പറഞ്ഞത് വളരെ വ്യക്തമാണ്. നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് നമുക്ക് പോകണം. കാരണം ഇതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കെട്ടിടം ഒരു PWD അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ LSTD വിഭാഗമാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് വർക്കുകൾ അത് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഇലക്ട്രിക് വിഭാഗമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും അത്തരം ഒരു ഇടപെടിയിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. എന്നാൽ ഈ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനം ഒരുപക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പണം അനുവദിച്ച് ചില സമയങ്ങളിൽ ഇടപെട്ടതൊഴിച്ചാൽ ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, എൻ്റെ ഇക്കാലത്തെയും ഒരു അനുഭവത്തിൽ ഇവിടുത്തെ ഈ വായനശാല കമ്മിറ്റിയും നിങ്ങൾ ഓരോരുത്തരും എടുത്തിട്ടുള്ള ഒരു താല്പര്യം അതെത്ര പറഞ്ഞാലും അത് അധികമാകില്ല. കാരണം അതാണ് ഇതിന്റെ ഈ പൂർത്തീകരണത്തിന് ഏറ്റവും അതിനിടയായിട്ടുള്ള സാഹചര്യം. ഇവിടെ ജയകുമാർ പറഞ്ഞു, ഇവിടെ കമ്മിറ്റി കൂടി ഇത് ടെൻഡർ വർക്കുകളാണ്. നമുക്കറിയാം 5 ലക്ഷം രൂപയിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വർക്കുകളെല്ലാം ഈ ടെൻഡറുകളാണ്. അങ്ങനെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഷിബു, ഞാനിവിടെ ഇരുത്തി പറയുകയല്ല, അദ്ദേഹം നമ്മുടെ പ്രദേശത്തെ സ്വകാര്യ കെട്ടിടങ്ങളൊക്കെ തന്നെ നിർമ്മിച്ച് അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ ഇന്നത്തെ നമുക്കറിയാം സാധന സാമഗ്രികളുടെ വിലവർത്തനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്ന സമയത്താണ് ഈ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി ഗ്രന്ഥശാല കമ്മിറ്റി അദ്ദേഹത്തെ ഈ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഒരു മടിയും കൂടാതെ, ഒരു തരത്തിലുള്ള ഒരു മടിയും കൂടാതെ ഞാൻ പറയുന്നു, നമുക്ക് ഏത് ഗവൺമെന്റുകളാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും സർക്കാർ പ്രവർത്തനങ്ങൾ അതിൻ്റെതായ ചില കാലതാമസങ്ങൾ ഉണ്ടാവും. ഈ കാര്യത്തിലും വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവർ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് അറിയാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഞാനുമായി പലതവണ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവിടെയൊന്നും ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു പോകാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇടപെടിയിൽ പ്രിയപ്പെട്ട ഷിബുവും ജയകുമാറും മനോജും ഈ കമ്മിറ്റി അംഗങ്ങളും എല്ലാം കൂടി ചേർന്ന് ഷിബുവിന് കൊടുത്ത ഒരു പിന്തുണയും സഹകരണവുമാണ് ഈ മനോഹരമായിട്ടുള്ള ഇവിടെ പറഞ്ഞു 3 സെന്റ് സ്ഥലത്ത് പഞ്ചായത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലവും നിങ്ങൾ ആ കെട്ടിടം പരിശോധിച്ചറിയാം, ഒരു സ്ഥലം പോലും കളയാതെ ഉള്ള സ്ഥലം കൃത്യമായി ആവശ്യത്തിന് ഉപകരിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പണി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി ഇവരെല്ലാം ഹൃദയപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കുന്നു. ജനപ്രതിനിധികൾക്ക് പദ്ധതികൾ വിഭാവനം ചെയ്യാനും ആ പണം അനുവദിക്കാനും ഒക്കെയാണ് കഴിയുന്നത്. പലപ്പോഴും ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത് ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന കാലതാമസം കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. ഞാൻ കുറെ കൂടി പണം അനുവദിച്ച് നൽകണം എന്നുള്ള ആഗ്രഹം എന്നെ സംബന്ധിച്ചോളം ഉണ്ടായില്ല. പക്ഷേ അതിൻ്റെതായ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. എങ്കിലും 2ാം ഘട്ടം എന്ന നിലയിൽ ഇന്റർലോക്കും ആ മതിലും ഒക്കെ നിർമ്മിക്കുന്നതിന് ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പണം കൂടി അനുവദിച്ച് നൽകിയാണ് ഇത്തരത്തിൽ ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഏജൻസിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച്
ഏറ്റവും ആധുനിക രീതിയിലുള്ള റീഡിംഗ് ടേബിളും അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ആലോചിച്ചതാണ്. പക്ഷെ അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് നമുക്കതിന് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിൽ കൂടി എത്ര മനോഹരമായിട്ടാണ് ആ കെട്ടിടത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ എത്ര ഭംഗിയായി അത് ഈ നാടിന് ഇന്ന് സമർപ്പിക്കുകയാണ്. ഇതിന്റെ തുടർ പ്രവർത്തനവും ഈ ഗ്രന്ഥശാലയുടെ മുന്നോട്ടുള്ള വളർച്ചയും ഉയർച്ചയും ഈ നാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം വരെ കാണിച്ചിട്ടുള്ള ആ മനസ്സു തുറന്നുള്ള പിന്തുണയും സഹകരണവുമാണ് തുടർന്നും ഉണ്ടാകേണ്ടത്. അത് ഈ നാടിന്റെ നന്മയ്ക്ക് ഉതകും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. അതുകൊണ്ടൊന്നും നമ്മളുടെ ഒരു കാഴ്ചപ്പാടുകൾക്കും ഒരു ചിന്തകൾക്കും ആശയങ്ങൾക്കും ഒന്നും ഒരു കാലത്തും ഒരു ബുദ്ധിമുട്ട്. ഇവിടെ നൂറുകണക്കിന് നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. വലിയ സമ്പത്താണ് ഇവിടെയുള്ളത്. അതിലൂടെയാണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങളടക്കം പുത്തൻ തലമുറയെ ഈ ഗ്രന്ഥശാലയ്ക്ക് ആകർഷിച്ച് വായനയെ അവരുടെ ജീവിതത്തിന്റെ ചര്യയാക്കി മാറ്റി ഇന്നത്തെ സമൂഹത്തിലുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ മുക്തി നേടാൻ, അവരെ നല്ല നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായും ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. അത്തരത്തിൽ ഈ ഗ്രന്ഥശാല വീണ്ടും വർഷങ്ങളോളം തലമുറകളോളം ഇത് മുന്നേറട്ടെ എന്ന് വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിറഞ്ഞ സംതൃപ്തിയോടെ, നിറഞ്ഞ ആത്മാഭിമാനത്തോടെയാണ് നിങ്ങളോടൊപ്പം ഈ വേദി പങ്കിടുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു വലിയ സ്ഥാപനത്തിന്റെ ഈ നാടിന്റെ സാംസ്കാരികവും എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ശിലപാകിയ ഈ സ്ഥാപനത്തിന് അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതാണ് മനസ്സിൽ അഭിമാനമായി കാണുന്നത്. ഒരിക്കൽ കൂടി ഈ പ്രവർത്തനത്തിൽ പങ്കുചേരുകയും ഇതിനു വേണ്ടുന്ന എല്ലാവിധമായ പിന്തുണയും സഹകരണവും നൽകുകയും ചെയ്തിട്ടുള്ളവരെ പ്രത്യേകം മനസ്സിൽ ഓർക്കുകയാണ്. ഇവിടെ ജയകുമാർ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു മീറ്റിംഗിൽ ഞാൻ വന്നപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള പൂർവികരായിട്ടുള്ള നമ്മളവിടെ ആ റൂമിലേക്ക്, മുകളിലത്തെ ഹാളിലേക്ക് കടന്നു ചെന്നപ്പോൾ എത്രയോ ഓർമ്മകൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാണ് മനസ്സിലൂടെ കടന്നുപോയത്. നമ്മുടെ ഈ വാഴമുട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകളെ മനസ്സിൽ ഓർക്കാൻ ആ മുകളിലത്തെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കെല്ലാവരും കഴിയുന്നു. നമ്മുടെ ബന്ധുക്കളുണ്ടാകാം, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകാം, നമ്മുടെ അധ്യാപകരുണ്ടാകാം. അങ്ങനെ ഈ സമൂഹത്തിന്റെ ഒരു പൂർണ്ണമായ ചിത്രമാണ് അവിടെ. അത്തരത്തിൽ ജയകുമാർ ആ മീറ്റിംഗിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, 10,000 രൂപയാണ് ആ ഫോട്ടോ വെക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ പെട്ടെന്ന് ആ മീറ്റിംഗിൽ നിന്ന് പോയി ഇതൊരിക്കലും എത്രമാത്രം നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ആളുകൾ വീണ്ടും വീണ്ടും ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യമെടുത്തു വരുന്നു. എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്, അവരുടെ മാതാപിതാക്കന്മാരുടെ സ്മരണ, അവരുടെ സഹോദരങ്ങളുടെ സ്മരണ, അതൊക്കെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയുടെ വിജയമായി ഞാനതിനെ കാണുകയാണ്. അവരെല്ലാം വളരെ ആത്മാർത്ഥമായി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആദരണീയനായ TKG സാറിൻ്റെയും മറ്റ് ബഹുമാനരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഈ വള്ളത്തോൾ വായനശാലയുടെ പുതിയ കെട്ടിടം ഈ നാടിനെ സമർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസ അറിയിക്കുന്നതിന് പള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻ നായർ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂട്ടത്തിലൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്ന, നമ്മളെല്ലാ വീടുകളിലും ചെന്നപ്പോൾ ചിലരൊക്കെ പറഞ്ഞിരുന്നു സംഭാവനകൾ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നാരും മറന്നു പോകണ്ട, അതിന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധന്യവും പ്രണവുമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ വള്ളത്തോൾ വായനശാലയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷിബു, ഇവിടെ സ്വാഗതം ആശംസിച്ച വായനശാലയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജയകുമാർ, ഈ കെട്ടിടം
ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട റോബിൻ പീറ്റർ, വേദിയിലുള്ള ഗുരുതുല്യനായ പ്രൊഫസർ കെ ജി നായർ, ആനന്ദൻ സാറ്, മറ്റൊരു പേര് ട്രസ്റ്റ് സെക്രട്ടറി ജി വിശാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്നകുമാരി, ഈ വാർഡിലെ മെമ്പർ ലക്ഷ്മി, മുൻ പഞ്ചായത്ത് അംഗം മീന സോമൻ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് അടക്കമുള്ള വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, എല്ലാവരും വേദിയില്ലാത്തതുകൊണ്ടാണ് ഈ പ്രസവം വന്നത്. കണ്ടിന്യൂട്ട് വായിച്ചുകൊണ്ടാണ്, കാരണം പലരും ഇല്ലല്ലോ വേദി. അപ്പോൾ എന്തായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 75 വർഷത്തിന് ശേഷം പുതിയൊരു കെട്ടിടം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഭരണസമിതിയുടെ ഭാരവാഹികളും ജില്ലാ പഞ്ചായത്തും ഈ നാടും ഒത്തുചേർന്നപ്പോൾ അത് സഫലീകരിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ വ്യക്തിപരമായി എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ പലപ്പോഴും പല പ്രശ്നങ്ങളും നേരിടുന്നു. ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി ഉണ്ടായപ്പോൾ മിക്കവാറും ജയകുമാറും ഷിബുവും അതിലുപരി ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്ററും പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചതുപോലെ നമുക്ക് ഫണ്ട് അനുവദിക്കുവാനും പദ്ധതി രൂപീകരിക്കുവാനും മാത്രമാണ് കഴിയുക. അത് നിർവഹിക്കേണ്ട ചുമതല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണ്. പുതിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പല പോരായ്മകളും സംഭവിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇതിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല നിലയിലുള്ള പ്രഭാഷണം നടത്താനുള്ള ആനന്ദ സാറും ദിനേശ് സാറും ഒക്കെ വേദിയിലുണ്ട്. ഒരുപക്ഷെ അഡ്വക്കേറ്റ് നമ്മുടെ മറ്റ് ജിതേഷ് ജിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി പോകുന്നില്ല. ഒരു നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രം ജാതി മത രാഷ്ട്രീയ അതീതമായി എല്ലാ വിഭാഗങ്ങളുടെയും സംഗമസ്ഥാനമായി മാറാൻ കഴിയണം. ഞാൻ വായനശാലയുടെ പള്ളിക്കൂട് വായനശാലയുടെ പ്രസിഡന്റായിട്ട് വർഷങ്ങളുള്ളതാണ്. ആ കാലത്തൊക്കെ കുറെ കൂടി വായനശാലയുടെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ പങ്കാളിത്തം ജനങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവിടെ മിക്കവാറും കമ്മിറ്റിക്ക് പോകുന്നതാണ്. ഇപ്പോൾ അവിടെയും ആളുകൾ വരുന്ന കാര്യത്തിൽ വളരെ പരിമിതിയാണ്. കാരണം പുതിയ തലമുറയിൽ വായനാശീലമില്ലെന്നല്ല എന്നത്. പക്ഷേ വായനശാലകളിലേക്ക് വരുവാൻ എന്തൊക്കെ ഒരു വിമുഖത ഓർക്കുന്നു. ആ വിമുഖത വലിയ ആപത്താണ്. കാരണം അവർ വഴിതെറ്റിപ്പോകുന്ന ഈ വർത്തമാന കാലത്ത് വഴിതെറ്റിപ്പോകുന്നൊരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാലത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുകളും വായനശാലകൾ ഒത്തുകൂടി സാംസ്കാരിക പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് അത്തരം പ്രവർത്തനങ്ങൾ വാട്സാപ്പിലൂടെയും മറ്റ് ആധുനിക സാങ്കേതിക മേഖലകളിൽ കൂടിയാണ്. അത് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് എന്നുള്ളത് വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അവരെ കൂടി നമ്മുടെ ബാലവേദിയും വനിതാവേദിയും ഒക്കെ ഉണ്ട് ആകർഷിക്കുന്ന നിലയിലേക്കുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ ഭരണസമിതിക്ക് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും അഭിവാദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസ അറിയിക്കുന്നത്
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി പ്രസന്ന രാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മത്തിൻ്റെ അധ്യക്ഷൻ യോഗത്തിന് സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് ജയകുമാർ, നമ്മുടെ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ റോബിൻ പീറ്റർ, മറ്റ് വേദിയിലും ക്ലാസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, ഇവിടെ എല്ലാ കാര്യങ്ങളും വിശദമായി പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമുക്ക് ഇത്രയും രൂപ തന്ന് നല്ല രീതിയിലൊരു വായനശാല നിർമ്മിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിനൊക്കെ ഇത്രയും ഫണ്ടുള്ളത് കൊണ്ട് ഇത്രയൊക്കെ കൊടുക്കാൻ സാധിക്കും. റോബിൻ പീറ്റർ അറിയാം, നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലൊന്നും ഇതുപോലെ ഫണ്ട് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് 8ാം വാർഡിൽ ഒരു പൊൻപുലരി ഗ്രന്ഥശാല സ്ഥാപിക്കുന്നതിന് 8 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഫണ്ട് കൊടുത്താണ് അവിടെ ഒരു ചെറിയ മുറിയും ഒരു ചെറിയ ഹാളും ഇത്രയും നിർമ്മിക്കാൻ സാധിച്ചത്. അപ്പോൾ അത്രയും ഫണ്ടൊക്കെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ ഫണ്ട് പരിമിതമാണ്. അത്രയൊക്കെ കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് ഇത് നല്ല രീതിയിൽ നിർമ്മിക്കുന്നതിനും ഇതിനെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതിന് TKG നായർ സാറും ആനന്ദൻ സാറും ഒക്കെ തന്നെ ഈ വേദിയിലുണ്ട്. അവരൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിന് 7ാം വാർഡ് മെമ്പർ ലക്ഷ്മി ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കാര്യങ്ങളെല്ലാം മുൻപ് സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ റോബിൻ പീറ്റർ സാർ, അദ്ദേഹം ഇവിടെ നമുക്ക് 7ാം വാർഡിൽ നല്ല തലയെടുപ്പോടെ ഒരു കെട്ടിടം പണിയാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ആദ്യമേ അതിന് നന്ദി പറയുന്നു. പിന്നെ എന്താണ്, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അതുപോലെ ഇനി മുൻപോട്ടും ഇതിന്റെ പ്രവർത്തനം ഞങ്ങളുടെ വായനശാല എന്ന് ഒതുങ്ങി പോകാതെ നമ്മുടെ വായനശാല എന്ന് നമ്മുടെ വാഴ്മുട്ടുകാർ ഓരോരുത്തർക്കും പറയത്തക്ക വിധം ഇതിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തതായിട്ട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ TGK സർ അവരോട് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ യോഗാധ്യക്ഷനും വള്ളത്തോൾ വായനശാലയുടെ പ്രസിഡന്റുമായ ശ്രീ ശിവു, യോഗം ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ റോബിൻ പീറ്റർ, അഡ്വക്കേറ്റ് ജയകുമാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ വായനശാലയുടെ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും പല ഘട്ടങ്ങളിലായി പങ്കാളിയാവാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ സന്ദർഭത്തിലൂടെ നിൽക്കുന്നത്. പലപ്പോഴും ഇവിടെ നേരത്തെ ഉള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായി എത്തുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു വലിയ പോരായ്മ സ്ഥലപരിമിതി തന്നെയാണ്. അതിനിപ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നല്ല ഒരു കെട്ടിടം ഉള്ള സ്ഥലത്ത് ഏറ്റവും ഭംഗിയായി ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകുകയാണ്. ജില്ലാ പഞ്ചായത്തിനും അതിൻ്റെ മുൻകൈയെടുത്ത ശ്രീ റോബിൻ പീറ്ററും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ലൈബ്രറി കമ്മിറ്റിക്കും എല്ലാ അനുമോദനങ്ങളും ഞാനിവിടെ നേരുകയാണ്. നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനം കേരളത്തിൽ വളരെ സജീവമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-ഓളം ലൈബ്രറികൾ, ഗ്രാമീണ ലൈബ്രറികൾ, ഗ്രാമീണമല്ലെങ്കിലും മറ്റ് പട്ടണ പ്രദേശങ്ങളിലൊക്കെയുള്ള ലൈബ്രറികളെല്ലാം കൂടെ ചേർത്ത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്ട് 10,000-ഓളം ലൈബ്രറികളാണ് ഇപ്പോൾ ഉള്ളത്.
അതിലേതാണ്ട് 7000-ലധികം ലൈബ്രറികൾ സുദീർഘമായ നിലവിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻഡ് വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇനിയും ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് ഇട്ടിരുന്നത് ഒരു വാർഡിൽ ഒരു ലൈബ്രറി, ഒരു പഞ്ചായത്ത് വാർഡിൽ, ഒരു മുനിസിപ്പൽ വാർഡിൽ ഒരു ലൈബ്രറി, അങ്ങനെ എല്ലാ ആളുകൾക്കും ലൈബ്രറിയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടത്തക്ക തരത്തിൽ ഈ ലൈബ്രറി പ്രസ്ഥാനം വിപുലീകരിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. അത് ലക്ഷ്യമിട്ടിരിക്കുന്നതാണ്. എന്നാൽ അത് പൂർണ്ണമായും നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ നന്നായി പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ലൈബ്രറികളിലേക്ക് പഴയതുപോലെ ആളുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വായനയില്ലാതായിരിക്കുന്നു എന്നുള്ള വിമർശനമൊന്നും ശരിയല്ല. വായിക്കുന്നുണ്ട്, ആളുകൾ നന്നായി വായിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലർക്കും ലൈബ്രറികളിൽ എത്തി പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിച്ച് കഴിയൂ എന്നുള്ള ആ നിലയില്ല. പല വീടുകളിലും ഇന്ന് നല്ല ലൈബ്രറികളുണ്ട്. താല്പര്യമുള്ള പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങുകയും വീടുകളിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ വായന നന്നായി നടക്കുന്നുണ്ട്. അത് പുസ്തകങ്ങൾ എടുത്തു വായിക്കലും അതുപോലെ ഈ വായന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വായന. നമുക്കിന്ന് ഏത് പുസ്തകത്തിൻ്റെ ഏത് അധ്യായം വേണമെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ അത് നമുക്ക് ലഭ്യമാവും. എവിടെ കിട്ടുമെന്നറിയാൻ പറ്റും. അത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മുമ്പിൽ അത് അനാവരണം ചെയ്യപ്പെടും. അങ്ങനെ പുസ്തകമില്ലാതെ തന്നെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ നോക്കി വായിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. പലപ്പോഴും പലരും അതിനെയൊക്കെയാണ് ഇന്ന് ആശ്രയിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും നേരിട്ട് പുസ്തകം നോക്കി വായിക്കുന്നതിൻ്റെ ഒരു ആത്മസുഖം വേറെ ഒരു വായനയിലൂടെയും ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ലൈബ്രറികളിൽ വന്ന് പുസ്തകം എടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവരെ കൂടെ വായനയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ലൈബ്രറി കൗൺസിൽ വായനാ വസന്തം എന്ന ഒരു പദ്ധതി തന്നെ ആസൂത്രണമുണ്ട്. ഈ പദ്ധതി അനുസരിച്ച് ABC ഗ്രേഡിലുള്ള എല്ലാ ലൈബ്രറികളും ഒരു ലൈബ്രറിയുടെ സമീപത്തുള്ള ഒരു 100 വീടുകൾ തിരഞ്ഞെടുത്ത് ആ 100 വീടുകളിലേക്ക് ഓരോ മാസവും ഒരു പ്രാവശ്യം ലൈബ്രറിയൻ പുസ്തകങ്ങളുമായി എത്തുകയും വീട്ടിലുള്ള ആളുകൾക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുകയും ഒരു മാസത്തിനകം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ABC ഗ്രേഡിൽ നമ്മുടെ ജില്ലയിലാണെങ്കിൽ 126 ലൈബ്രറികളാണ് ഈ 3 ഗ്രേഡിലായി. നമ്മുടെ ലൈബ്രറി ഇപ്പോൾ B ഗ്രേഡിലുള്ള ലൈബ്രറിയാണെന്നാണ്. അപ്പോൾ ഈ പദ്ധതിക്ക് അകത്ത് വരുന്നതാണ്. ഇവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ലൈബ്രറിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വീടുകൾ സന്ദർശിക്കുകയും ഈ പദ്ധതിയിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഇതിൽ എൻലിസ്റ്റ് ചെയ്യുകയും അവരുടെ വീടുകളിൽ ഓരോ മാസവും സന്ദർശനം നടത്തി ഒരു മാസത്തിൽ 6 ദിവസം, അതാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്, 6 ദിവസം ഈ ലൈബ്രറിയൻ വീടുകൾ സന്ദർശിച്ച് ഒരു 20 വീടുകൾ ഒരു ദിവസം 120 ആവും. അപ്പോൾ എല്ലാ ദിവസവും 20 വീടുകൾ എന്നുള്ളത് ഒഴിവാക്കി ചില ദിവസങ്ങളിൽ അതിൽ എണ്ണം സ്വല്പം കുറഞ്ഞാലും വേണ്ടില്ല എന്നുള്ള തരത്തിലാണ് നമ്മളതിനെ വിഭാവന ചെയ്തത്.